ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് അതിസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അതിസമ്പന്നനായ ഒരു മനുഷ്യൻ സന്യാസ ജീവിതത്തിലോട്ടൊക്കെ പ്രവേശിച്ചപ്പോൾ ഇയാളുടെ ഒരു കുഴപ്പം എന്നാന്നറിയോ? ഇത്രയും കോപിഷ്ഠനായ ഒരു സന്യാസിയെ കണ്ടിട്ടില്ലെന്നാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്നവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുൻകോപം, മൂക്കത്ത് ശുണ്ടി എന്നൊക്കെ പറയത്തില്ലേ, ഇത്രയും അരിശമുള്ള ഒരു സന്യാസി ഇല്ല. എന്തൊരു ദേഷ്യാന്നറിയോ? ആര്? ഫ്രാൻസിസ് ഡി സെയിൽസ്. ഇവിടെ ഇരുന്നു കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഫ്രാൻസിസ് ഡി സെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ എന്നാ ചിന്തിക്കണം? ഇതെന്നെ കുറിച്ചാണല്ലോ കർത്താവേ, എന്നെ കുറിച്ചാണല്ലോ അല്ലേ? എന്നാ ദേഷ്യ ചേട്ടാ, ഇവിടെയല്ല വീട്ടില് അല്ലേ? എന്താ സ്വഭാവം? അരിഞ്ഞു കളയത്തില്ലേ ചിലരൊക്കെ? മുമ്പിലൂടെ കടന്നു പോയാൽ മതി, വെട്ടി വീഴ്ത്തി കളയും. ഇഷ്ടമില്ലാത്തതെന്ന് കേട്ടാ മതി, അപ്പ തീർന്നു. പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഈ ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ സെമിനാരിയിലൊക്കെ ചേർന്ന് ഒരു വൈദികനായിട്ട് ജീവിതം അങ്ങനെ പിച്ച വെച്ച് തുടങ്ങുമ്പോ ദേഷ്യം പിടിച്ചിട്ട് കിട്ടുന്നില്ല. രാത്രികാലങ്ങളിൽ ഈ മനുഷ്യൻ മുറി കിടന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കും, ദൈവമേ എന്റെ ഈ അമിതമായ കോപം എന്നെടുത്തു മാറ്റണേ. അമിതമായ കോപം, അമിതമായ ദേഷ്യം, ഇത് ശരിയല്ല എന്ന് ഫ്രാൻസിസ് ഡി സെയിൽസിന് മനസ്സിലായി. നമുക്ക് അറിഞ്ഞൂടെ? അറിയാലോ, ഓരോ സംഭവങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ തന്നെ വേണ്ടായിരുന്നു, എന്നാലും ഞാനത് പറഞ്ഞല്ലോ, ശരിയായില്ലെന്ന് തോന്നത്തില്ലേ? ഉണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഈ ഒരു ചിന്തയുണ്ട്, വേണ്ടായിരുന്നു. എന്നിട്ട് ഈ വേണ്ടായിരുന്നുവെന്ന് പശ്ചാത്താപ മനസ്സോടെ പറയുന്ന നമ്മൾ തന്നെയാണ് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ചൂടാവും, പിറ്റേ ദിവസവും ചൂടാവും. കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും, പിന്നെയും നമ്മൾ ചൂടാവും. പിടിച്ചാ കിട്ടാത്ത സ്വഭാവം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രികാലങ്ങളിൽ വാവിട്ട് ഫ്രാൻസിസ് ഡി സെയിൽസ് മുറിയിൽ ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരയും, ദൈവമേ എന്റെ ഈ ദേഷ്യം, എന്റെ ഈ ദേഷ്യം. വർഷങ്ങൾ നീണ്ടുനിന്ന പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം മാറി. ഇത്രയും ശാന്തതയുള്ള മറ്റൊരു സന്യാസിയെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് രേഖപ്പെടുത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ കാരണം എന്നറിയോ? ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് തമ്പുരാൻ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്വഭാവ രീതികൾ മാറും. നീ ഇപ്പൊ വെറും സീറോയാണെന്ന്, വെറും സീറോ. എന്നാൽ ഈ സീറോയെ ഹീറോയാക്കാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയ.